ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് 4 സെഡാൻ ടൈപ്പ് വാഹനങ്ങളാണ്. അതിൽ ടൊയോട്ടൻ്റെ അൾട്ടിസ് ഉണ്ട്, ഹോണ്ട സിറ്റി ഉണ്ട്, സുസുക്കിൻ്റെ സിയാസ് ഉണ്ട്. ഈ 3 വാഹനങ്ങൾക്കും 20 കിലോമീറ്ററിന് മേലെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. സെഡാൻ ടൈപ്പ് വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. അതിനുള്ളൊരു കാരണം വാഹനത്തിൻ്റെ ലെഗ് സ്പേസും ഇൻറ്റീരിയർ സ്പേസും ആണ് കേട്ടോ. പൊതുവെ മെയിൻ്റെനൻസ് ഒക്കെ കുറഞ്ഞ വാഹനം തന്നെയാണ് 3 വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ വാഹനം ഹൈബ്രിഡ് ഡീസലാണ് വരുന്നത്. 4,70,000 കൊടുക്കാം. രണ്ടാമത്തെ വാഹനം ZXi പ്ലസ്സിൽ ഓട്ടോമാറ്റിക് 5,10,000 കൊടുക്കാം. ഡീസൽ ഹോണ്ട സിറ്റിയാണ് വരുന്നത്. 4,90,000 കൊടുക്കാം. ലാസ്റ്റ് വരുന്ന അൾട്ടീസാണ് 2015 മോഡൽ 6,40,000 കൊടുക്കാം. ഈ 4 വാഹനം സെക്കൻഡ് ഓൺഷിപ്പിലാട്ടോ വണ്ടി വരുന്നത്. അപ്പോൾ ആദ്യത്തെ വാഹനം വരുന്നത് 2016 രജിസ്ട്രേഷൻ സിയാസാണ്. നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പാണ്. 1,10,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സെർഡിയാണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. KL 65 തിരുവനന്തപുരം രജിസ്ട്രേഷനിലാണ്. ഫാൻസി നമ്പറൊക്കെ വരുന്നതാണ് 2030. ഹൈബ്രിഡാണ് വണ്ടി വരുന്നത്. 22 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻ്റീരിയർ ഭാഗം നോക്കുന്നത് നല്ല വൃത്തിയുണ്ട് വണ്ടി. പിന്നെ സെർഡിയ ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഓട്ടോ ക്ലൈമറ്റ്, AC, കമ്പനി സ്റ്റീരിയോ, അലോയ് വീല്, അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,70,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4.5 വരെ അല്ല വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത വാഹനം വരുന്നത് സിയാസ് തന്നെയാണ്. 2016 മോഡൽ ZXi പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഈ വാഹനം സെക്കൻഡ് ഓൺഷിപ്പ് തന്നെയാണ്. നിലവിൽ 88,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 4 പുതിയ ടയറാട്ടോ വണ്ടി മേളിൽ. 4 സ്റ്റെപ്പിന് 5 ടയർ പുതിയ ടയറാണ്. വണ്ടി CNG ആണ് വരുന്നത്. പെട്രോൾ പ്ലസ് CNG ആണ്. ഏകദേശം നമുക്കൊരു 22 കിലോമീറ്റർ വരെ മൈലേജും പ്രതീക്ഷിക്കാം ഓട്ടോമാറ്റിക്കലി. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിൻ്റെ വണ്ടി. ഇത് പിന്നെ ZXi പ്ലസ് ആയതുകൊണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് വണ്ടിക്ക്. ബാക്കി സെയിം ഫീച്ചേഴ്സ് തന്നെ. 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയറൊക്കെ നല്ല പുത്തൻ ടയറാട്ടോ. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,10,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,70,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് ഹോണ്ട സിറ്റിയാണ്. 2015 മോഡൽ V ആണ് ഓപ്ഷൻ വരുന്നത്. ഇതും സെക്കൻഡ് ഓൺഷിപ്പിനാണ് വണ്ടി വരുന്നത്. 1,12,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത് കേട്ടോ. ഫാൻസി നമ്പറാണ് 6446. നല്ല അലോവിയിലൊക്കെ വരുന്നുണ്ട് വണ്ടിക്ക്. ഇൻ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം വൃത്തി തന്നെ വണ്ടിക്കുണ്ട്. ഒക്കെ പോളിഷ് ഇൻ്റീരിയർ ഭാഗമൊക്കെ ചെയ്തായതുകൊണ്ട് എല്ലാം വൃത്തി തന്നെ വണ്ടി ഉള്ളത് കേട്ടോ. പിന്നെ വണ്ടി V ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. 4 ഡോർ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,90,000 രൂപയാണ്. 4,70,000 വരെയൊക്കെ ലോണും ചെയ്യട്ടോ വണ്ടിക്ക്. 10,20 രൂപ ഉണ്ടെങ്കിലൊക്കെ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് കാണിക്കാൻ പോണത് അൾട്ടീസാണ്. 2015 മോഡൽ നിലവിൽ സെക്കൻഡ് RCയിലാണ് വണ്ടി ഉള്ളത്. 1,15,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. J ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. KL 84 നമ്പറായ വണ്ടിയാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് പുതിയ ഇവിടെ NOC നമ്പർ എടുത്ത വണ്ടിയാണ്. അത്യാവശ്യം വൃത്തി തന്നെ വണ്ടിയുള്ളത്. പിന്നെ അൾട്ടീസ് ആയതുകൊണ്ട് തന്നെ ടൊയോട്ടൻ്റെ ഒരു ലോ മെയിൻ്റെനൻസ് ആയിരിക്കും വണ്ടിക്ക് ഉണ്ടാവുക. അത്യാവശ്യം ഒരു 20-22 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഭാഗമൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയുണ്ട്. വണ്ടിക്ക് റേറ്റ് വരുന്നത് 6,40,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 5 ലക്ഷം വരെയൊക്കെ ലോണും ചെയ്യാൻ പറ്റും വണ്ടി. ബാക്കി ഡീറ്റെയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്.